اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനെ ഈ ലോകത്തേക്ക് സംവിധാനിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പറയുന്ന കലിമ, അതിൻ്റെ ഉൾസാരം ഒരു മനുഷ്യൻ, ഒരു അബ്ദ് അറിഞ്ഞിരിക്കണം. ഒരു അബ്ദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയുടെ ഉൾസാരം അറിയണമെങ്കിൽ അത് അറിഞ്ഞ ആളുകളുമായി ബന്ധപ്പെടണം. കുൻ മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻ മഅല്ലാഹ്, നീ അള്ളാഹുവിനോട് കൂടെയാവണം. നിനക്കതിന് കഴിവില്ല എങ്കിൽ മഅമൻ കാന മഅല്ലാഹ്, അള്ളാഹു ഹൃദയത്തിലുള്ള ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ, അവരുമായി നീ ബന്ധപ്പെടണം. എങ്കിൽ മാത്രമേ അള്ളാഹു എന്താണ് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ, നിർബന്ധമായ നിലക്ക് തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു ആത്മീയമായ ഒരു തർക്കിയത്തിൻ്റെ ഷേഖ് വേണമെന്നുള്ളത്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ആത്മീയമായ ഉന്നമനത്തിനേക്ക് അള്ളാഹു അവനിക്ക് വലിയ സ്ഥാനവും പദവിയും നൽകുന്നതിനിക്ക് പല കാരണങ്ങളും സൂഫിയാക്കളൊക്കെ കിതാബിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് എൻ്റെ സലാം നിങ്ങൾ പറയണേ എന്നും നിങ്ങൾക്കൊക്കെ വേണ്ടി ഉവൈസുൽ ഖർണിയോട് ദുആ ചെയ്യണമെന്ന് പോലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വസിയത്ത് ചെയ്തിരുന്നു. അത്രയും വലിയ ഉത്തംഗ സോപാനത്തിലേക്ക് ഖിദ്മത്തുൽ ഫുഖഹ എന്ന് പറയുന്ന കിതാബിൽ 40ഓളം ത്വരീഖത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ത്വരീഖത്താണ് ഉവൈസിയ ത്വരീഖത്ത്. അത് ഉവൈസുൽ ഖർണിയുടെ ത്വരീഖത്താണ്. മഹാന്റെ ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം വലിയ ആത്മീയമായ ഉന്നമനത്തിലേക്ക് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപാരമായ നിലക്കും അഗാധമായ നിലക്കും സ്നേഹിക്കാൻ മാത്രം ഒരു കരുത്തുള്ള ഒരു മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവരെത്തിയത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. മാത്രമല്ല ഉമ്മാക്ക് മഹാൻ ചെയ്ത ഖിദ്മത്തിന്റെ ഗുണഫലം കൂടിയാണ്. അപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ മാതാപിതാക്കളുടെ പൂർണ്ണമായ ഗുരുത്വപൊരുത്തം അവൻ നേടിയിരിക്കണം. എല്ലാ വിജയത്തിൻ്റെയും മസുല് മാതാപിതാക്കളാണ്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി ഖൈറു താബിയങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ വ്യക്തിയായത് അത് ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തത് കൊണ്ടാണ്, ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാനൻ നബിയ്യി മുഹമ്മദി. ലോകം മുഴുവൻ ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരാൾ വരാൻ പോകുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാന്മാര് പറയുന്നു അത് ഇമാം ഷാഫി തങ്ങളെ കുറിച്ചാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് വലിയ മഖാമിലേക്ക് എത്തിയ മഹാനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം നവവി റളിയല്ലാഹു അൻഹു കൈ പോലും പ്രകാശിച്ചു, അദ്ദേഹത്തിന്റെ പേന പോലും പ്രകാശിച്ചു എന്നൊക്കെ ചരിത്രത്തിന്റെ താളുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അത്രയും വലിയ ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ മഖാമിലേക്ക് എത്തിയത് 45 വയസ്സ് വരെ ജീവിച്ച് വിവാഹം പോലും കഴിക്കാതെ വെറും ഇബാദത്തിലും അതുപോലെ തന്നെ ഇർഫാനിലും ഇൽമിലുമായി കഴിച്ചുകൂട്ടിയ ഇമാം നവവി റളിയല്ലാഹു അൻഹു മരണസമയത്ത് അദ്ദേഹം വലിയ കുത്തുബുസ്സമാനായിക്കൊണ്ടാണ് മരണപ്പെട്ടത്, വഫാത്തായത്. അദ്ദേഹം വലിയ മഖാമിലേക്ക് എത്താനുള്ള കാരണം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് ഒരു തേജസ്സുറ്റ മുഖമുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. മാലിക് ബിൻ ദീനാർ തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇത് ഒരു പക്ഷേ ഇത് ഖിളിർ നബിയാകാൻ സാധ്യതയുണ്ട്. ആ തേജസ്സാർന്ന മുഖമുള്ള മനുഷ്യന്റെ അടുത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അനൽ ഖളിറു, ഞാൻ ഖിളിർ നബിയാണ് അലൈഹിസ്സലാം. ആ സമയത്ത് ഖിളിർ നബിയോട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹം ഔത്താദിൽപ്പെട്ട വലിയ മഹാനാണ്. ശേഷം ബിശ്റുൽ ഹാഫിയെ കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖിളിർ നബി പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് സൂക്ഷ്മത എന്ന് പറയുന്ന സാധനം പോലും വരുന്നത്, അത്രയും വലിയ മഹാനാണ്. പിന്നെ ചോദിച്ചു ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം മാലിക് ബിൻ ദീനാർ തങ്ങളോട് പറഞ്ഞു, അദ്ദേഹം റജുലുൻ സ്വാലിഹ്, ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ശേഷം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖിളിർ നബിയോട് അവസാനം ചോദിക്കാണ്, നിങ്ങളെ കാണാൻ വേണ്ടി എല്ലാവരും കുതിക്കലുണ്ട്, എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, പല ആളുകളും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയത് എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖിളിർ നബിയോട് ചോദിക്കുമ്പോൾ ഖിളിർ നബി പറഞ്ഞു, ബിബറക്കത്തി ഉമ്മിക, നിങ്ങളെ ഉമ്മാന്റെ ബറക്കത്താണ്, നിങ്ങളെ ഉമ്മാന്റെ ബറക്കത്താണ്. അപ്പോൾ ഒരു മനുഷ്യന് വലിയ ഇർഫാനിന്റെയും ഇൽമിന്റെയും തഖ്വയുടെയും അതുപോലെ തന്നെ ഹുബിന്റെയും വലിയ മഖാമിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഘടകം അവന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് അവനക്ക് അവന്റെ മാതാപിതാക്കൾ ഗുരുത്വപൊരുത്തമാണ്. അവർ നന്മയുടെ കവാടങ്ങളാണ്, നമ്മുടെ സ്വർഗമാണവർ. അതുകൊണ്ട് അവർ സ്നേഹിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരിക. തീർച്ചയായും മാതാപിതാക്കൾ സ്നേഹിച്ച ഒരാളും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല. എന്നാൽ മാതാപിതാക്കളോട് പല നിലക്കും അവരെ പ്രയാസപ്പെടുത്തിയ, ബുദ്ധിമുട്ടാക്കിയ പലവരെ സംബന്ധിച്ചും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മോശമായി കൊണ്ടാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ രാവിന് പോലും പുറത്തു കൊടുക്കാത്തവർ, ബറാഅത്തിന്റെ രാവിനും പോലും പുറത്തു കൊടുക്കാത്തവരായിട്ടാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആത്മീയ വഴി ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, ആത്മീയമായ ഒരു മുന്നേറ്റം ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉവൈസുൽ ഖർണിയെ പോലെ, ഇമാമുന ഷാഫിഈ തങ്ങളെ പോലെ, ഇമാം നബവി തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങളെ പോലെ മാതാപിതാക്കളെ സ്നേഹിക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായും വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.